ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു മോർണിംഗ് വ്ളോഗാണ്. നമ്മൾ നേരെ നെല്ലിയാമ്പതിക്ക് പോവാണ് കേട്ടോ. നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങളെ വീട് അവിടെയാണ്. നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് നെല്ലിയാമ്പതിക്കാണ് പോകുന്നത്. കോയമ്പത്തൂർ ടു നെല്ലിയാമ്പതിയുടെ യാത്രാവിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോവാം. ബായ്. നമ്മളെ വണ്ടിയാണിത്. എല്ലാവരും ഉണ്ട്. നമ്മൾ കേരളത്തിലേക്ക് പോവുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് നമ്മളിനി കേരളത്തിലേക്ക്. പൊങ്കലായതുകൊണ്ട് നമ്മളെ പൊങ്കൽ നെല്ലിയാമ്പതിയിലാണ് ആഘോഷിക്കുന്നത്. അവിടെ അമ്പലത്തിൽ ഉത്സവമുണ്ട്. അപ്പോൾ അത് പൊങ്കൽ മഹോത്സവം ഉണ്ടാവും. അത് കാണാൻ കൂടിയാണ് പോകുന്നത്. ഞാനും ചേട്ടായും ചെറിയച്ഛനും മേമയും മക്കളും കൂടിയാണ് കേട്ടോ നെല്ലിയാമ്പതിക്ക് പോകുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തമിഴ്നാട്ടിലെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാണ്. ഇതൊരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണെന്ന് പറയാം. കാരണം നമ്മളെപ്പോഴും ബസ്സിലും ട്രെയിനിലും മാത്രമാണ് പോകല്. ഇതുവരെ കാറിൽ നമ്മൾ നെല്ലിയാമ്പതിക്ക് പോയിട്ടില്ലല്ലോ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് തന്നെ സ്പെഷ്യൽ യാത്രയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. കുറേ ദൂരം യാത്ര ചെയ്ത് നമ്മളങ്ങനെ പാലക്കാട് എത്തിയിട്ടാ. പാലക്കാട് എത്തിയപ്പം തന്നെ നല്ല വൈബാണ്. അറിയാലോ, നല്ല പച്ചപ്പുയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള മനോഹരമായ വയലേലകളും ഒക്കെ ആയിട്ട് എത്ര സുന്ദരമായിട്ടാണ് നമ്മൾ ഈ കാഴ്ച. അപ്പം നമ്മൾ പാലക്കാട് എത്തി. ഇനി കുറച്ച് നേരം ഇവിടെ വണ്ടി നിർത്തി റെസ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. നമ്മൾ നെന്മാറ കഴിഞ്ഞ് പോത്തുണ്ടി വഴി നെല്ലിയാമ്പതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴി നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ പോവാം അല്ലേ. എത്ര പ്രായം? ചെറിയ കുട്ടി. അപ്പൊ ചരിഞ്ഞ് കിടക്കണേ. കിടന്നിട്ട് അതെങ്ങനെ ഈ അമ്പലത്തിൽ വരുമ്പോ ഈ ശിവന്റെ ചെറുപ്രായൂല്ലേ അങ്ങനെ കിടക്കണു. അതേ വരുമ്പോ നിന്നെ കണ്ട അതേതാണ്. അപ്പൊ അങ്ങനെ ശിവാന്ന് പേര് വെച്ചത്. അങ്ങനെയാണ് ശിവേട്ടന്റെ പേര് വന്ന വഴി. പേര് വന്നത് അങ്ങനെയാണ്. അത് കിട്ടി. ഒരു പ്രസ്ഥാന ചരിത്രമല്ല. ശിവേട്ടന്റെ പേര് എങ്ങനെയാ ഇട്ടത്, പേരിടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു തരികയാണ് കേട്ടോ. നിങ്ങളും കേട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ശിവൻ എന്നുള്ള പേര് ചേട്ടായിക്ക് വന്നത്. നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. അവിടുന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ പാലക്കാട് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ പോയിട്ട് പോത്തുണ്ടി എത്തി. ഇവിടുത്തെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തതായതുകൊണ്ട് ഞാൻ പിന്നെ വിശദീകരിച്ചൊന്നും കാണിക്കുന്നില്ല. നമ്മൾ നേരെ പോവാണ്. തിരക്കുണ്ടോ ടൂറുകാരെ? കാപ്പിത്തോട്ടങ്ങൾ
നമ്മൾ നമ്മുടെ സ്വർഗരാജ്യത്തെത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങോട്ട് വാ, വീട്ടിൽ വാ. ഇയാളാണ് ചോദിക്കണ്ടാണ്, ഇയാളാണ് ചോദിക്കണ്ടാണ്, ശിവനാണ് ചോദിക്കണ്ടാണ്. അല്ല, ടൂർ പോകാൻ ചോദിക്കാണ്, ട്രക്കിങ് പോകാനേ. ടൂറുകാരാന്ന് ചോദിക്കാൻ വേണ്ടി കയ്യാണിച്ചു. ശിവനാണ് ചോദിക്കണ്ടാണ്. വണ്ടികളെല്ലാം ഇവിടെ ഉണ്ട്, തിരക്കില്ലെന്ന്. ഇതാ ശിവേട്ട രാജാവടാ. നല്ല നീണ്ട 2-3 മണിക്കൂറിൻ്റെ യാത്രയ്ക്കൊടുവിൽ നമ്മളിതാ വീട്ടിലെത്തി. നമുക്കിനി അടുത്ത പാർട്ടായിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ കാണാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.